നമസ്കാരം. വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അർജുൻ കുറ്റക്കാരനല്ലെന്ന് കട്ടപ്പന അതിവേഗ കോടതിയുടെ വിധി. ബലാത്സംഗം, കൊലപാതകം ഉൾപ്പെടെ പ്രതിക്കെതിരെ ചുമത്തിയ ഒരു വകുപ്പുകളും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. വിധി കേട്ട പെൺകുട്ടിയുടെ കുടുംബം അതിവൈകാരികമായാണ് കോടതി പരിസരത്ത് പ്രതികരിച്ചത്. പ്രതിയെ കയ്യേറ്റം ചെയ്യാൻ ചിലർ ശ്രമിച്ചത് പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. പോലീസും പ്രോസിക്യൂഷനും കണ്ടെത്തിയ തെളിവുകൾ അർജുൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്താൻ കോടതിക്ക് പര്യാപ്തമായിരുന്നില്ല. ഒറ്റവരിയിൽ വിധി പ്രസ്താവം. അർജുനെ കോടതി വെറുതെ വിട്ടു. നീതിന്യായ വ്യവസ്ഥയെ പ്രതി വിലക്കെടുത്തുവെന്ന് 6 വയസ്സുകാരിയുടെ അമ്മയുടെ വൈകാരികമായ പ്രതികരണം. നൂറുകണക്കിന് പോലീസ് വന്ന എന്റെ കുഞ്ഞിനെ കൊന്നവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് ഇപ്പൊ ഒന്നും ചെയ്തില്ലെന്ന് പറഞ്ഞ് അവനെ വെറുതെ വിട്ടിട്ടുണ്ട്. ഈ ജഡ്ജി കാശ് വാങ്ങിച്ചിട്ടുണ്ട്, അതാ സത്യം. ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും ഹാജരാക്കിയിരുന്നുവെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. DNA പരിശോധനയ്ക്ക് ആവശ്യമായ ബീജ സാമ്പിൾ ലഭിച്ചില്ല എന്നത് മാത്രമാണ് ന്യൂനത ഉണ്ടായിരുന്നതെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷന് ലഭ്യമായ എല്ലാ തെളിവുകളും സാഹചര്യങ്ങളും ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ളവ ഹാജരാക്കിയിരുന്നു. DNA പ്രൊഫൈലിങ്ങിന് ഇത് സാമ്പിൾ ഇൻസഫിഷ്യൻ്റ് ആയിരുന്നു. പ്രതി കുറ്റക്കാരനാണെന്ന് കാണിക്കാവുന്ന രീതിയിലുള്ള ആവശ്യമായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടായിരുന്നു. മാക്സിമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചാണ് കൊടുത്തത്. ബാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനമാണല്ലോ. എല്ലാ തെളിവുകളെല്ലാം ലഭിച്ചിരുന്നവർക്ക് ബഹുമാനപ്പെട്ട കോടതി ഹാജരാക്കിയതാണ്. നീതി നടപ്പായി എന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം. കേസിലെ യഥാർത്ഥ പ്രതിയെ കണ്ടെത്താനായി പുനരന്വേഷണം ആവശ്യപ്പെടുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു. ഞങ്ങൾ ഈ കേസിൽ റീഇൻവെസ്റ്റിഗേഷൻ ഡിമാൻഡ് ചെയ്യാണ്. യഥാർത്ഥ പ്രതി എവിടെ പോയി? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം വേണമല്ലോ. ഞങ്ങളിതിൽ റീഇൻവെസ്റ്റിഗേഷൻ മറ്റുകാരണം ഞങ്ങൾ മുന്നോട്ട് പോകും. പിച്ചി ചീന്തി കൊല ചെയ്യപ്പെട്ട ഒരു 6 വയസ്സുകാരിയുടെ നീതി നിഷേധത്തിന്റെ നിലവിളി ശബ്ദമാണ് ഇന്ന് ഈ കോടതി പരിസരത്ത് ഉയർന്നത്. ആ കുട്ടിക്ക് നീതി ലഭിച്ചേ മതിയാകൂ. സുനിൽ സുരേന്ദ്രനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ഈ കേസിന്റെ വിധിപ്പകർപ്പ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനും പോലീസിനും കോടതിയുടെ അതിരൂക്ഷമായ വിമർശനം ഈ ഉത്തരവിൽ പലയിടത്തുമുണ്ട്. പോലീസ് വീഴ്ചകൾ അക്കമിട്ട് പറയുകയാണ് വിധി പറഞ്ഞ ഈ വിചാരണ കോടതി. എവിടെയൊക്കെയാണ് പോലീസിന് പാളിച്ച പറ്റിയത്, അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നത്, അല്ലെങ്കിൽ വീഴ്ച വരുത്തിയത് എന്ന ഉത്തരവിൽ തന്നെ വ്യക്തമാണ്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. 6 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ രക്തസാമ്പിൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട തെളിവുകളൊന്നും ശേഖരിച്ചില്ല എന്നതാണ് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള വീഴ്ചയായി വിചാരണ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കുട്ടി തൂങ്ങി നിന്നിരുന്ന സ്ഥലത്തു നിന്നുള്ള രക്തം, മലം, മൂത്രം എന്നിവ സുപ്രധാന ഘടകങ്ങളാണെങ്കിലും അന്വേഷണ രേഖകളിൽ അത് ഇടം പിടിച്ചിട്ടേ ഇല്ല എന്നത് വളരെ ഗൗരവമുള്ള വീഴ്ചയായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിട്ട് ഉത്തരവിൽ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ കുഞ്ഞ് കൊല്ലപ്പെട്ടിട്ട് 2-ാം ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്തെത്തിയത്. അതുകൊണ്ട് പ്രാഥമികമായ വിവരങ്ങൾ ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ചയായി കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവം നടന്ന സ്ഥലം അടുത്ത ദിവസം ഉച്ചയ്ക്ക് മാത്രമേ സന്ദർശിച്ചിട്ടുള്ളൂ എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പ്രാഥമിക തെളിവുകൾ ശേഖരിക്കുന്നതിൽ ഇതുമൂലം വലിയ പരാജയം, വലിയ കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചതിൽ അപാകതയുണ്ട്. അതിൽ തന്നെ വിരലടയാളം പോലും മുറിയിൽ നിന്ന് ശേഖരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് കഴിഞ്ഞിട്ടില്ല. അതുപോലെ ഈ കുഞ്ഞിനെ കെട്ടാൻ ഉപയോഗിച്ച വസ്തുവെടുത്ത അലമാര അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചിട്ടേ ഇല്ല എന്ന് കോടതി കുറ്റപ്പെടുത്തുന്നു. അലമാരയിൽ വസ്ത്രങ്ങളോ അവയിലെ വിരലടയാളമോ പരിശോധിച്ചിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. ഈ വിരലടയാളം ശേഖരിക്കുന്നതിലും അത് വിലയിരുത്തുന്നതിലും ഉണ്ടായ വീഴ്ച ഈ ഉത്തരവിൻ്റെ
പല ഭാഗങ്ങളിലും പല ഘട്ടങ്ങളിലും വിചാരണ കോടതി ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെയും പ്രോസിക്യൂഷനെയും വിചാരണ കോടതി പ്രതിക്കൂട്ടിൽ തന്നെ നിർത്തുന്നുണ്ട് ഉത്തരവിൽ. തെളിവുകൾ സീൽ ചെയ്ത് സൂക്ഷിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച. അങ്ങനെ സീൽ ചെയ്ത് സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഈ തെളിവുകളിൽ കൃത്രിമം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി പറയുന്നു. അത് കൊലപാതകം നടന്ന മുറിയിലെ തെളിവുകൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരായ മറ്റൊരു ഗുരുതരമായ വിമർശനമായി വിചാരണ കോടതി ചൂണ്ടിക്കാട്ടുന്നത്. അത് ഈ സീൽ ചെയ്യാതിരുന്നത് കൊണ്ട് അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടോ തെളിവുകൾ നശിപ്പിക്കാനോ ഒക്കെയുള്ള സാധ്യതയുണ്ടാകുമായിരുന്നു. അതിനുള്ള അവസരം ഈ അന്വേഷണ സംഘം ഒരുക്കി മനഃപൂർവ്വം എന്ന് തന്നെ കോടതി നിരീക്ഷിക്കുന്നുണ്ട്. വിരലടയാള വിദഗ്ധർ എത്തിയിരുന്നില്ല. തെളിവ് ശേഖരണത്തിൽ അത് വലിയ അലംഭാവമായി കോടതി ചൂണ്ടിക്കാട്ടുന്നു. വിരലടയാളം ശേഖരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റേത് ഒരു ന്യായമാണ്. അത് പക്ഷേ ദുർബലമായ ന്യായമാണ്. അത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു എന്ന് തന്നെ വിചാരണ കോടതി ആ ഉത്തരവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും അദൃശ്യമായ ചാൻസ് വിരലടയാളം എന്ന് വെച്ചാൽ മറ്റാരുടെയെങ്കിലും വിരലടയാളം കൂടി ലഭിക്കുമോ എന്നതിൽ ഒരു പരിശോധനയും നടത്തിയിരുന്നില്ല. അതിലൊരു വിദഗ്ധന്റെ സേവനം തേടിയില്ല. അത്തരം ഫിംഗർ പ്രിന്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സ്വയം നിഗമനത്തിലെത്തിയെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ആറാമത്തെ ഗുരുതരമായ വീഴ്ചയായി വിചാരണ കോടതി കാട്ടുന്നത് സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യമാണ്. ആ സാക്ഷിമൊഴികളിലെ വൈരുദ്ധ്യം എങ്ങനെ ഉണ്ടായി എന്നത് വിചാരണ ഘട്ടത്തിൽ വാദം നടക്കുമ്പോൾ കോടതി ചോദിച്ചപ്പോൾ അത് വിശദീകരിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ അത് വിശദീകരിക്കുന്നതിൽ അമ്പേ പരാജയപ്പെട്ടു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണെന്ന് വിചാരണ കോടതി ജഡ്ജ് ഉത്തരവിൽ തന്നെ എടുത്തു പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വീഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യത സംശയിക്കുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. അതിലൊന്ന് പ്രതികൃത്യത്തിന് ശേഷം ചാടിയ ജനാല അടച്ച നിലയിലാണ് എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തിയിരുന്നു. അത് അടുത്ത ദിവസം എത്തുമ്പോഴാണ് അദ്ദേഹം അത് ശ്രദ്ധിച്ചത്. എന്നാൽ ജനാല ചെറുതായി തുറന്നിരുന്നുവെന്നാണ് സാക്ഷിമൊഴി. പക്ഷേ അത് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കണ്ടെത്തലുമായി പൊരുത്തപ്പെടുന്നില്ല. അത് വിശദീകരിക്കുന്നതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ച വന്നു. അദ്ദേഹം ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നുണ്ടോ എന്ന് പോലും കോടതിക്ക് തോന്നുന്നു എന്നതാണ് ആ പരാമർശങ്ങളിൽ നിന്ന് വിലയിരുത്തേണ്ടത്. കുറ്റം തെളിയിക്കുന്നതിൽ സമ്പൂർണ്ണമായ പരാജയമാണ് പ്രോസിക്യൂഷനും ഈ അന്വേഷണ സംഘത്തിനും ഉണ്ടായത് എന്ന് വിചാരണ കോടതി കണ്ടെത്തുന്നു. കൊലപാതകം നടന്ന മുറിയിലേക്ക് പ്രതി വന്നതും കൃത്യം നടത്തി മടങ്ങിയതും എങ്ങനെയെന്നതിൽ പോലീസിന് ഒരു വ്യക്തതയുമില്ല. അതിൽ മുൻവശത്തെ ജനലിലൂടെ പ്രതി മറ്റുള്ളവർ കാണാതെ ചാടാനുള്ള സാധ്യത അത് വളരെ വിരളമാണ്. പക്ഷേ പിൻവശത്തെ വാതിലിലൂടെ പ്രതിക്ക് രക്ഷപ്പെടുന്നതായിരിക്കും എളുപ്പം. അന്വേഷണ ഉദ്യോഗസ്ഥന് ആ സാധ്യത കണക്കിലെടുത്തിട്ടേ ഇല്ല. കോടതി ചോദിക്കുമ്പോഴും അത്തരം സാധ്യത പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 1 മുതൽ 8 വരെ ഈ അന്വേഷണത്തിലെ വീഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന പ്രോസിക്യൂഷന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഈ 8 പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഈ ഉത്തരവിൽ വിചാരണ കോടതി എഴുതി വച്ചിട്ടുണ്ട്. ഈ കുറ്റപത്രവുമായാണ് ഇനി അപ്പീൽ നൽകണമെന്ന് ഇപ്പോൾ DGP പറയുന്നതെങ്കിൽ അതിൻ്റെ വിധി എന്തായിരിക്കുമെന്നത് ഈ ജഡ്ജ്മെൻറ്റ് വായിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ ഊഹിക്കാൻ കഴിയും. എന്താണ് പകരം ചെയ്യാൻ കഴിയുക? തുടരന്വേഷണത്തിൻ്റെ സാധ്യതയിലേക്കൊക്കെ പോകുമോ? ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമോ എന്നതൊക്കെയാണ് കേരളം അന്വേഷിക്കുന്നത്, കാത്തിരിക്കുന്നത്. അതിൽ മറുപടി പറയേണ്ടത് ആഭ്യന്തര വകുപ്പൊക്കെയാണ്. അത് വൈകാതെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ഇക്കാര്യത്തിൽ വലിയ രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. പ്രതിയെ വെറുതെ വിട്ട ആ ജഡ്ജ്മെന്റ്, ആ വിധി വലിയ ഞെട്ടലോടെയാണ് നാട് കേട്ടത്. പ്രോസിക്യൂഷന് വലിയ വീഴ്ചയുണ്ടായി എന്ന വിമർശനത്തിന് സർക്കാർ ഒരു പക്ഷേ മറുപടി പറയേണ്ടി വരും. ആവശ്യമായ നിയമസഹായം കുടുംബത്തിന് നൽകുമെന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നത്. പോലീസ് ഒത്തുകളിച്ചു എന്നാണ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ ആരോപണം. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി വാർത്താ മഴ കടക്കുന്നത്. കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് ആവർത്തിച്ച കേസിൽ അപ്രതീക്ഷിത വിധിയാണ് ഉണ്ടായത്. വിധി പരിശോധിച്ച് കുടുംബത്തിന് ആവശ്യമായ നിയമസഹായം സർക്കാർ നൽകുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം, എങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ആ കുടുംബത്തിന് എന്തെങ്കിലും മറ്റു രീതിയിലുള്ള സഹായം വേണമെന്നുണ്ടെങ്കിൽ അതെല്ലാം ഗവൺമെന്റ് ചെയ്തു കൊടുക്കുകയും ചെയ്യും. പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. വലിയ ഒരു വീഴ്ച തന്നെയാണ് ഇത്തരമൊരു പ്രമാദമായ ഒരു കേസിനകത്ത് പ്രതിയെ വെറുതെ വിടുന്നത്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കമ്മീഷന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടും വളരെയേറെ പ്രയാസമുണ്ടാക്കിയ ഒരു വിധി തന്നെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരമ്മയുടെ ചങ്കുപൊട്ടിയുള്ള നിലവിളി മുഖ്യമന്ത്രിയും സർക്കാരും കേൾക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. DYFI പ്രാദേശിക നേതാവായ പ്രതിയെ രക്ഷിക്കാൻ പോലീസും പ്രോസിക്യൂഷനും ഒത്തുകളിച്ചെന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. നടന്ന അന്വേഷണങ്ങളും തെളിവ് ശേഖരിക്കലുകളും ഒക്കെ തന്നെ പ്രതികൾക്ക് അനുകൂലമാക്കി മാറ്റുന്നതിൽ വ്യക്തമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ കേസിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി പോലീസുമായിട്ടുണ്ടായിട്ടുള്ള
ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയം, ആ ഒരു ഒത്തുചേരലിലൂടെയാണ് ഈ പ്രതികൾ രക്ഷപ്പെട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ആരോപിക്കുകയാണ്. പോലീസിനെതിരായ വിമർശനങ്ങൾ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഡീൻ കുര്യാക്കോസിന്റെ ആരോപണം തള്ളി. ഡീൻ കുര്യാക്കോസിന് എല്ലാ രാഷ്ട്രീയമായി കാണുന്ന ഒരു സമുചിതവാദിയാണ്. അതുകൊണ്ട് ഡീൻ കുര്യാക്കോസിന്റെ ആക്ഷേപത്തിനൊന്നും CPM ഒരു വരെ കൽപ്പിക്കുന്നില്ല. വിധി ഞെട്ടലുളവാക്കുന്നതും സംശയം ജനിപ്പിക്കുന്നതുമാണെന്ന് CPI ജില്ലാ സെക്രട്ടറി K സലീംകുമാർ പറഞ്ഞു. ഈ വിധി വരുന്നതിന് മുൻപ് തന്നെ പ്രതിയുടെ അഭിഭാഷകനും പ്രതിയുടെ കുടുംബാംഗങ്ങളും പ്രതിയെ വെറുതെ വിടുമെന്നുള്ള പ്രചരണം സംഘടിപ്പിച്ചിരുന്നു. ഇന്നത്തെ വിധിയും അവരുടെ സംസാരവും കുട്ടി വായിക്കുമ്പോൾ വളരെയേറെ ദുരൂഹതയാണ് ഈ വിധിയിൽ ഉണ്ടായതായിട്ട് തോന്നുന്നത്. ജുഡീഷ്യറിക്കും നാടിനും നാണക്കേടുണ്ടാക്കിയ വിധിയെന്നാണ് CPI നേതാവ് KK ശിവരാമന്റെ വിമർശനം. 24 ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് വീഴ്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാണ്. കോൺഗ്രസും CPIയും BJPയും വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. കോൺഗ്രസ് മാർച്ചിനിടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞു. പ്രവർത്തകർ പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പ്രതിക്ക് അനുകൂലമായി പോലീസ് ഇടപെട്ടു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം യഥാർത്ഥ പ്രതിയെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് CPIM പ്രതിഷേധ മാർച്ച് നടത്തിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പുറത്താക്കി പ്രതിരോധം. ലോക്സഭയിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രതിഷേധിച്ച പാർലമെന്റ് അംഗങ്ങൾക്കെതിരെ കൂട്ട നടപടി. കേരളത്തിൽ നിന്നുള്ള 6 കോൺഗ്രസ് MPമാരടക്കം 14 പേർക്കാണ് ഇരുസഭകളിലുമായി സസ്പെൻഷൻ ഉണ്ടായത്. സഭയിൽ ഇല്ലാതിരുന്ന ഒരു MPയെ സസ്പെൻഡ് ചെയ്തത് വിവാദമായതോടെ നടപടി പിന്നീട് പിൻവലിച്ചു. സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിശദീകരണം നൽകാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. പാർലമെന്റ് സമ്മേളിക്കുന്നതിന് മുൻപായി യോഗം ചേർന്ന പ്രതിപക്ഷ പാർട്ടികൾ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മറുപടി നൽകാതെ മറ്റു നടപടികൾ അനുവദിക്കില്ലെന്ന നിലപാടോടെയാണ് ഇരുസഭകളിലും എത്തിയത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഇരുസഭകളിലെയും അധ്യക്ഷന്മാർ തള്ളി. സമാന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അനാവശ്യമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ പറഞ്ഞു. जिनको भी हम पास देते हैं ऐसे व्यक्ति को पास न दिया जाए जो जाकर इस प्रकार की अराजक स्थिति संसद भवन के अंदर पैदा कर दे। यह हम सभी को केवल सत्ता पक्ष ही नहीं बल्कि दूसरे पक्ष के लोगों को भी यह सावधानी बरतने की जरूरत है. പ്രതിരോധ മന്ത്രിയല്ല സഭാ നേതാവായ പ്രധാനമന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു. ലോക്സഭാ സെക്രട്ടേറിയറ്റിനാണ് സഭയിലെ സുരക്ഷാ ചുമതലയെന്നും തനിക്കാണ് ഉത്തരവാദിത്തമെന്നുമുള്ള സ്പീക്കറുടെ വിശദീകരണവും പ്രതിപക്ഷം തള്ളി. നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച TN പ്രതാപൻ, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, രമ്യ ഹരിദാസ്, ബെന്നി ബെഹന്നാൻ, VK ശ്രീകണ്ഠൻ എന്നിവരടക്കം 14 അംഗങ്ങളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സസ്പെൻഡ് ചെയ്തു. രാജ്യസഭയിൽ കടുത്ത വാക്കുകളുമായാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ പ്രതിപക്ഷത്തെ നേരിട്ടത്. അവകാശ ലംഘനം നടത്തിയെന്നാരോപിച്ച് രാജ്യസഭാ അധ്യക്ഷൻ തൃണമൂൽ അംഗം ഡെറിക് ഒബ്രിയാനെ സസ്പെൻഡ് ചെയ്തു. ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തവരുടെ കൂട്ടത്തിൽ സഭയിലില്ലാതിരുന്ന DMK MP SR പാർത്ഥിബനും ഉൾപ്പെട്ടത് വിവാദത്തിന് ആക്കം കൂട്ടി. പാർത്ഥിബന്റെ സസ്പെൻഷൻ പിന്നീട് പിൻവലിച്ചു. സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് മന്ത്രിമാരുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഷയം ഗൗരവമുള്ളതാണെന്നും ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശിച്ചു. 24 ഡൽഹി. അതിനിടെ പാർലമെന്റ് അതിക്രമ കേസിലെ പ്രതികളുടെ ഭീകരവാദ ബന്ധം തള്ളാതെ ഡൽഹി പോലീസ്. പ്രധാനമന്ത്രിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുന്ന ലഘുലേഖകൾ പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്തതായി പോലീസ് കോടതിയിൽ അറിയിച്ചു. 4 പ്രതികളെ 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി പട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 15 ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പ്രതികൾ പദ്ധതിയിട്ടത് ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യത്തിനാണെന്ന് ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതികളുടെ ഭീകരവാദ ബന്ധം പരിശോധിക്കണമെന്നും വിദേശ ബന്ധമുണ്ടോവെന്ന് അന്വേഷിക്കണമെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രധാനമന്ത്രിയെ കാണാനില്ലെന്നും കണ്ടെത്തുന്നവർക്ക് സ്വിസ് ബാങ്കിൽ നിന്ന് പണം നൽകുമെന്നുമുള്ള ലഘുലേഖകൾ പ്രതികൾ കൈവശം വെച്ചിരുന്നു. അതിക്രമക്കേസ് കൃത്യമായ ആസൂത്രണത്തോടെ എന്നാണ് ഡൽഹി പോലീസിന്റെ കണ്ടെത്തൽ. സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് സംഘത്തിലെ 6 പേരും പരിചയപ്പെട്ടതും ആസൂത്രണം ചെയ്തതും. ഭഗത് സിംഗ് ഫാൻ ക്ലബ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് 6 പേരും. 1.5 വർഷം മുൻപ്
മുൻപ് മൈസൂരുവിൽ ഇവർ കൂടിക്കാഴ്ച നടത്തി. ഈ മാസം 10-ന് ഡൽഹിയിലെത്തിയ 6 പേരും ഇന്ത്യ ഗേറ്റ് പരിസരത്ത് വെച്ച് കണ്ടുവെന്നും പോലീസ് കണ്ടെത്തി. ഇവിടെ നിന്നാണ് അമോൾ ഷിൻഡെ കൊണ്ടുവന്ന പുകശല്യകൾ കൈമാറിയത്. പാർലമെന്റിനകത്ത് അതിക്രമം നടത്തിയ മനോരഞ്ജൻ മുൻപും സഭ സന്ദർശിച്ചിരുന്നു. മൈസൂരു സ്വദേശിയായ മനോരഞ്ജൻ BJP എംപിയുടെ പാസ് ഉപയോഗിച്ച് തന്നെയാണ് നേരത്തെയും സഭയിൽ എത്തിയത് എന്നാണ് വിവരം. വിക്കി ശർമ്മയുടെ ഗുരുഗ്രാമിലെ വീട്ടിലും പ്രതികൾ താമസിച്ചിരുന്നു. ഭീകരവാദ ബന്ധവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 24 ഡൽഹി. പാർലമെന്റിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന് സമ്മതിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പാർലമെന്റിന്റെ സുരക്ഷ സ്പീക്കറുടെ അധികാര പരിധിയിലാണ്. സ്പീക്കർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഉന്നതതല അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം വിഷയത്തിൽ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് ആജുതക് ചാനലിന്റെ പരിപാടിയിൽ അമിത്ഷാ കുറ്റപ്പെടുത്തി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അച്യുതൻ, ഇതാദ്യമായാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയിൽ നിന്നുണ്ടാകുന്നത്. ഇന്ന് പാർലമെന്റിൽ ചുരുക്കം ചില വാക്കുകളിൽ പാർലമെന്ററി കാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെ ചില വിശദീകരണം നൽകിയെങ്കിലും യഥാർത്ഥത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ വിശദീകരണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ സഭയിൽ അത് ഉണ്ടായില്ലെങ്കിലും പുറത്ത് ചില കാര്യങ്ങൾ അമിത്ഷാ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആജുതക്കിന്റെ ഈ പരിപാടിയിൽ അമിത്ഷാ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്? വിജയകുമാർ, ഈ പാർലമെന്റിൽ ഇന്നലെ ഉണ്ടായ സുരക്ഷ വീഴ്ച സംബന്ധിച്ചുള്ള ചോദ്യത്തിന് തന്നെയാണ് ഈ വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ചുള്ള മറുപടി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത് ഗൗരവകരമായി തന്നെ ഈ നടന്ന വിഷയങ്ങളെ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പാർലമെന്റിന്റെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് സ്പീക്കറുടെ അധികാര പരിധിയിലാണ് വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് സ്പീക്കർ ഇന്നലെ തന്നെ അടിയന്തര നടപടി കൈക്കൊണ്ട് അത് തുടർച്ചയായി തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തയച്ചു. ആഭ്യന്തര മന്ത്രാലയം അതിൽ ഉടൻ തന്നെ അടിയന്തര ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ഉന്നതതല അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ള ഒരു വാഗ്ദാനമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഈ ആജുതക്കിന്റെ പരിപാടിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാർലമെന്റിലെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കും. പക്ഷേ ഇതിൽ പ്രധാനമായും പ്രതിപക്ഷത്തിന് നേരെ ഉയർത്തിയ ആരോപണം ഈ വിഷയത്തെ പ്രതിപക്ഷം രാഷ്ട്രീയമായി കളിക്കുന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് കളിക്കുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ആഭ്യന്തരമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. ദയവ് ചെയ്ത് അത്തരമൊരു രാഷ്ട്രീയ വിഷയമായി ഇതിനെ ഉയർത്തിക്കൊണ്ടുവരരുത് എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഉന്നതതല അന്വേഷണ സംഘം ഉടൻ തന്നെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അത് സ്പീക്കർക്ക് മുൻപാകെ സമർപ്പിക്കും എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ശരി അച്യുതൻ, എന്തായാലും ലോക്സഭയിൽ ഇന്ന് പ്രതിപക്ഷം ആഭ്യന്തരമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ഒക്കെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു ഈ വിഷയത്തിൽ. പക്ഷേ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും അതിൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. സ്പീക്കറുടെ അധികാര പരിധിയിലായതുകൊണ്ട് സ്പീക്കറാണ് അതിൽ സംസാരിക്കേണ്ടത് എന്നായിരുന്നു സ്പീക്കർ ഓം ബിർള അറിയിച്ചത്. കക്ഷി നേതാക്കളുമായി അദ്ദേഹം സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. ഇത് പാർലമെന്റിന് പുറത്ത് ഒരു വാർത്താ ചാനലിന് നൽകിയ പ്രത്യേക പരിപാടിയിൽ അവർ സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിലാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നടത്തുന്നത്. അദ്ദേഹം പ്രതിപക്ഷത്തെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് വാർത്താമഴ കടക്കുന്നു. ദുരിതം കോടതി കണ്ടു. ശബരിമലയിലെ തീർത്ഥാടന ക്രമീകരണത്തിൽ വീണ്ടും ഇടപെട്ട് ഹൈക്കോടതി. സന്നിധാനത്തും ഇടത്താവളങ്ങളിലും ഹോട്ടലുകളിൽ വിലവിവര പട്ടികയും ശുചിത്വവും ഉറപ്പുവരുത്തണം. തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഹർജി നാളെ വീണ്ടും കോടതി പരിഗണിക്കും. ശബരിമലയിലെ തിരക്ക് സംബന്ധിച്ച ഹൈക്കോടതി സ്വമേധയായി എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ശബരിമലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചത്. എന്നാൽ ശബരിമലയിൽ ഭക്തർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് 300 പരാതികൾ രജിസ്ട്രാർക്ക് ലഭിച്ചുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നിലയ്ക്കലിലെയും പമ്പയിലെയും CCTV ദൃശ്യങ്ങൾ സ്പെഷ്യൽ ഓഫീസർമാർ കൃത്യമായി പരിശോധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. എരുമേലിയിൽ പാർക്കിംഗ് ഫീസ് അധികമായി ഈടാക്കുന്നുവെന്നും ഇത് നിയന്ത്രിക്കണമെന്നും കോടതി പറഞ്ഞു. സന്നിധാനം, നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. നിലയ്ക്കൽ, കടമല, നിലയ്ക്കൽ, ലാഹ സെക്ടറിലെ മൊബൈൽ വെഹിക്കിൾ യൂണിറ്റുകളുടെ എണ്ണം കൂട്ടി. നിലയ്ക്കലിൽ പാർക്കിങ്ങിനായി അധികം സ്ഥലം കണ്ടെത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഹോട്ടലുകളിലെ വിലവിവര പട്ടിക, ശുചിത്വം എന്നിവ കൃത്യമാണെന്ന് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഉറപ്പാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസ് ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ശബരിമലയിൽ ഇന്നും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് സന്നിധാനത്തെത്തിയ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ 24-നോട് പറഞ്ഞു. വിവാദങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഭക്തരുടെ വിശ്വാസത്തെ കരുവാക്കി നേട്ടമുണ്ടാക്കാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുകയാണെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഭക്തരുടെ വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള
ഒരു ആലോചനയുടെ ഭാഗമാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ സെൻട്രൽ ഫോറസ്റ്റിൻ്റെ ഒരു തടസ്സങ്ങളുണ്ട്. അത് മാറ്റിത്തരണം, കൂടുതൽ സ്ഥലം നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് അനുവദിച്ചു തരികയാണെങ്കിൽ നമുക്കിവിടെ കൂടുതൽ സംവിധാനം കൊടുക്കാം. വിശ്വാസം അനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ. ഇത് വിശ്വാസമാണെന്ന് പറയാൻ പറ്റുമോ? കാണിക്ക കൊടുക്കരുത്, ഭക്തർ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഭക്തരെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പടയൊരുക്കവുമായി അക്കാദമി അംഗങ്ങൾ. രഞ്ജിത്തിനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് സമാന്തര യോഗം ചേർന്ന് സർക്കാരിന് കത്തു നൽകി. അതേസമയം സർക്കാർ ആവശ്യപ്പെട്ടാൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്ന് രഞ്ജിത്ത് പ്രതികരിച്ചു. 15 പേരടങ്ങുന്ന അക്കാദമിയിലെ 9 അംഗങ്ങളാണ് സമാന്തര യോഗം ചേർന്നത്. ചലച്ചിത്രമേളയുടെ വേദിയിൽ ചേർന്ന യോഗത്തിൽ ചെയർമാൻ രഞ്ജിത്തിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. ചെയർമാൻ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്നാണ് അംഗങ്ങളുടെ ആരോപണം. അതേസമയം താൻ ഒറ്റയ്ക്കല്ല തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും പരാതി പരിശോധിച്ച് താൻ യോഗ്യനല്ലെന്ന് സർക്കാർ തീരുമാനിച്ചാൽ സ്ഥാനമൊഴിയാൻ തയ്യാറാണെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി. ഇവിടെ രഞ്ജിത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് തീരുമാനിക്കുകയാണോ എന്ന് മറ്റുള്ളവരോടും ചോദിക്കാം. അവർക്കും ഒരു മറുപടി ഉണ്ടാവില്ലേ? അപ്പോൾ അവരെല്ലാവരും പറയണം, അതെ ഞങ്ങളെല്ലാവരും വെറുപ്പ് മുട്ടുകയാണ് ഇയാളുടെ തീരുമാനത്തിൽ എന്ന് പറയുകയാണെങ്കിൽ ആ നിമിഷം സർക്കാരിനത് ബോധ്യപ്പെടും. സർക്കാർ പറയും നിങ്ങൾ തുടരേണ്ടതില്ല. കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് നൽകിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങൾ വിവാദമായിരുന്നു. ഇതിൽ സാംസ്കാരിക വകുപ്പിനും സർക്കാരിനും അതൃപ്തിയുണ്ട്. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനുമെതിരെ വിമർശനങ്ങൾ തുടർന്ന് മന്ത്രിസഭയുടെ മണ്ഡല പര്യടനം ആലപ്പുഴ ജില്ലയിൽ പ്രവേശിച്ചു. വൈക്കത്ത് നിന്ന് ബോട്ടിലാണ് മുഖ്യമന്ത്രി ആലപ്പുഴ തവണക്കടവിൽ എത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. നവകേരള സദസ്സ് റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകനെ പോലീസ് മർദ്ദിച്ചെന്ന പരാതിയും ഉയർന്നു. വൈകിട്ട് 5 മണിയോടെയാണ് മുഖ്യമന്ത്രി തവണക്കടവിലെത്തിയത്. നവകേരള ബസ് എത്തിച്ചത് ജങ്കാറിലാണ്. അരൂരിലേക്കുള്ള ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്കുള്ള യാത്രയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂച്ചാക്കലിൽ വെച്ച് കരിങ്കൊടി കാണിച്ചു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മാക്കേക്കടവിൽ പ്രതിഷേധത്തിനെത്തിയ 30ഓളം യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കി. അരൂരിൽ നവകേരള വോളണ്ടിയർ ടീഷർട്ട് അണിഞ്ഞ് ബൈക്കിലെത്തിയ 3 അംഗ സംഘം കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പിന്നാലെ സ്കൂട്ടറിൽ പോവുകയായിരുന്ന മാധ്യമം ആലപ്പുഴ ബ്യൂറോ ഫോട്ടോഗ്രാഫർ മനു ബാബുവിനെ പോലീസ് കയ്യേറ്റം ചെയ്തെന്നും ആരോപണം. സ്കൂട്ടർ തള്ളിമറിച്ചിട്ട പോലീസ് സംഘം താക്കോലും ഊരിക്കൊണ്ടുപോയി. അരൂർ, ചേർത്തല മണ്ഡലങ്ങളിലെ നവകേരള സദസ്സുകൾ പൂർത്തിയായി. നാളെ ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട് മണ്ഡലങ്ങളിലാണ് നവകേരള സദസ്സ്. 24 ആലപ്പുഴ. മാസപ്പടി വിവാദത്തിൽ വിജിലൻസിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി മാത്യു കുഴൽനാടൻ MLA. വിശദമായ മൊഴി നൽകാൻ തയ്യാറാണെന്ന് താൻ വിജിലൻസിനെ അറിയിച്ചു. എന്നാൽ 2 മാസമായിട്ടും മറുപടി ലഭിച്ചിട്ടില്ലെന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. ഇതിനെതിരെയാണ് കോടതിയെ സമീപിക്കുക. വിജിലൻസിന് നൽകിയ പരാതി താൻ കോടതിക്ക് കൈമാറുമെന്നും മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കി. അപ്പോൾ എൻ്റെ ഹർജി ഞാൻ വിജിലൻസിന് പരാതി കൊടുത്തതിന് ശേഷം വിജിലൻസിൻ്റെ ഡയറക്ടറോട് പറഞ്ഞിരുന്നു, ഇതിൽ ഞാൻ പരാമർശിക്കേണ്ട കാര്യങ്ങളെല്ലാം പരാമർശിച്ചിട്ടുണ്ട്. എന്നാൽ അതിനപ്പുറത്തേക്ക് വേണ്ട തെളിവുകൾ നൽകാൻ ഞാൻ തയ്യാറാണ്. വേണ്ട മൊഴിയും വേണ്ട തെളിവുകളും നൽകാൻ ഞാൻ നേരിട്ട് വരാം, മൊഴി തരാമെന്ന് പറഞ്ഞിട്ട് 2.5 മാസമായിട്ടും 2 മാസം കഴിഞ്ഞിട്ടും വിജിലൻസിൻ്റെ ഭാഗത്തുനിന്ന് ആ കേസിൽ ഒരു നടപടിയും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ ഞാൻ ആ കേസ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ നിർബന്ധിതനാവുകയാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ സമൻസുകൾ പിൻവലിക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജിയിലാണ് നിലപാട് അറിയിച്ചത്. ED അന്വേഷണം തടയണമെന്ന ആവശ്യം ഹൈക്കോടതി എന്നാൽ അംഗീകരിച്ചില്ല. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ED ചോദിച്ചതിനെല്ലാം താൻ മറുപടി നൽകിയതാണെന്ന് തോമസ് ഐസക് പറഞ്ഞു. തെളിവില്ലാത്ത സംഭവത്തിൽ ED ചെളിവാരി എറിയുകയാണ്. തനിക്കെതിരായ അന്വേഷണം ഹൈക്കോടതി റദ്ദാക്കിയെന്നും തോമസ് ഐസക് അവകാശപ്പെട്ടു. വയനാട് വാകേരി കൂടല്ലൂരിൽ ക്ഷീരകർഷകനെ ആക്രമിച്ചു കൊന്ന കടുവയെ തിരിച്ചറിഞ്ഞു. വയനാട് വൈൽഡ് ലൈഫ് 45 എന്ന കടുവയാണ് പ്രജീഷിനെ കൊലപ്പെടുത്തിയത്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ നടപടി ആരംഭിച്ചതായി വനമന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. 13 വയസ്സുള്ള ആൺകടുവയാണ് പ്രജീഷിനെ കൊന്നതെന്നും കടുവ തുടർച്ചയായി മേഖലയിൽ ഇറങ്ങുന്നുണ്ടെന്നും
വനം വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായി. മേഖലയിൽ സ്ഥാപിച്ച 3 കൂടുകളിൽ ഒന്നിനു സമീപം ഇന്നലെ കടുവ എത്തിയതായി സ്ഥിരീകരിച്ചു. ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയ ദൃശ്യങ്ങൾ വഴിയാണ് വയനാട് വന്യജീവി സങ്കേതത്തിലെ 45-ാം നമ്പർ കടുവയാണെന്ന് തിരിച്ചറിഞ്ഞത്. കടുവയെ വെടിവെച്ചു കൊല്ലാൻ നടപടിയായെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. WWL 45 എന്ന ഇനത്തിൽപ്പെട്ട വനം വകുപ്പിന്റെ ഡാറ്റാ ബേസിൽ ഉൾപ്പെട്ട കടുവയാണ് ഈ കടുവ. ഇത് അനുയോജ്യമായ സ്ഥലത്തെത്തിയാൽ വെടിവെച്ച് കൊല്ലുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ അരുൺ സക്കറിയ വാഗേരിയിൽ എത്തിയിട്ടുണ്ട്. റാപ്പിഡ് റെസ്പോൺസ് ടീം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തിരച്ചിൽ തുടരുകയാണ്. സ്ഥലത്ത് വിക്രം, ഭരത് എന്നീ കുങ്കിയാനകളെയും എത്തിച്ചു. ഈ മേഖലയിൽ പ്രശ്നം സൃഷ്ടിച്ചതിനെ തുടർന്ന് 2019 മാർച്ചിൽ വനം വകുപ്പ് പിടികൂടി കുങ്കിയാനയാക്കിയ കൊമ്പനാണ് വിക്രം. കടുവയെ പിടികൂടാനുള്ള ദൗത്യത്തിൽ 2 ആനകളെയും ഉപയോഗിക്കും. കുറ്റിക്കാടുകളും കാപ്പിത്തോട്ടങ്ങളും നിറഞ്ഞ മേഖലയിലാണ് കടുവാ സാന്നിധ്യം. അതിനാൽ തന്നെ വെടിവെക്കാൻ വനം വകുപ്പിന് മുന്നിൽ പ്രതിബന്ധങ്ങൾ ഏറെ. അനുയോജ്യമായ സ്ഥലത്തെത്തിച്ച് വെടിയുതിർക്കാനാണ് നിലവിലെ നീക്കം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം വാഗേരിയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. ഗവർണർക്കെതിരായ SFI പ്രതിഷേധത്തിലെ പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട്. ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ അപ്രതീക്ഷിതമായി കാറിന് മുന്നിലേക്ക് ചാടി വീണ് പ്രതിഷേധിക്കുകയായിരുന്നു. അതേസമയം കേസിൽ 7 SFI പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. ഗവർണർ പദവിയിലിരിക്കുന്ന ആൾ ബോധപൂർവം ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് മന്ത്രി MB രാജേഷ് പ്രതികരിച്ചു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു DGPക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് വ്യക്തമാക്കുന്നത്. പ്രതിഷേധം കണക്കിലെടുത്ത് അധിക സുരക്ഷ ഒരുക്കിയിരുന്നു. പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു. പാളയം ഭാഗത്ത് കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കുതിച്ചു ചാടിയത് അപ്രതീക്ഷിതമായി. ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇങ്ങനെയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്ഭവനുമായി ചർച്ച ചെയ്ത ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശമില്ല. IPC 124 നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 7 SFI പ്രവർത്തകരുടെ ജാമ്യം തള്ളിയത്. ഗവർണർ പദവിയെ മാനിക്കണമെന്നും പ്രായത്തിന്റെ പക്വത കാണിക്കണമെന്നും മന്ത്രി MB രാജേഷ് ഇന്നും വിമർശിച്ചു. ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വരും, നിങ്ങളൊന്ന് വാ കാണട്ടെ എന്ന മട്ടിൽ പറയുന്നു. ഇരിക്കുന്ന പദവിയുടെ അന്തസ്സ് കാക്കാൻ കഴിയേണ്ടതാണ്, അന്തസ്സ് പാലിക്കാൻ കഴിയേണ്ടതാണ്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മിനിമം പ്രായത്തിന്റെ പക്വതയും മിതത്വമെങ്കിലും കാണിക്കാൻ കഴിയേണ്ടതാണ്. ഗവർണറെ അനുകൂലിച്ച് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചാൽ ഗുണ്ടകളെ വെച്ച് തല്ലും. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താണ് പോലീസ് നടപടിയെടുക്കാത്തത്? മുഖ്യമന്ത്രിക്ക് എതിരെ കരിങ്കൊടി കാണിച്ചാൽ അത് ഏറ്റവും വലിയ അപരാധമാണ്. ഗവർണറെ കരിങ്കൊടി കാണിച്ചാൽ എന്താ അപരാധമല്ലേ? ആ ഇരട്ടത്താപ്പ് ശരിയല്ല. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയും പോലീസ് മേധാവിയും ഇന്ന് രാജ്ഭവന് റിപ്പോർട്ട് നൽകിയേക്കും. 24 തിരുവനന്തപുരം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.